ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ വളഞ്ഞു പിടിച്ചു. കണ്ണൂരിൽ ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി പിടിയിലായി. തലാപ്പിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലെ കിണറ്റിൽ നിന്നാണ് സൗമ്യ കൊലക്കേസ് പ്രതിയെ പോലീസ് വളഞ്ഞു പിടികൂടിയത്. നാട്ടുകാർ നൽകിയ നിർണായക വിവരങ്ങളാണ് പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടാൻ കഴിഞ്ഞതിന് കാരണം. കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ വീഴ്ചയിൽ 3 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. രാവിലെ 7:30യോടെയാണ് കേരളം ഞെട്ടലോടെ ആ വാർത്ത കേട്ടത്. തുടർന്ന് കേരളം സാക്ഷിയായത് അതുവരെ കാണാത്ത തിരച്ചിൽ. റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും ബീച്ചുകളും കേന്ദ്രീകരിച്ച പോലീസിന്റെ തിരച്ചിൽ. പിടികൂടുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചു. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ ശേഷമുള്ള ആദ്യ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നാട്ടുകാർ വിവരം നൽകിയതനുസരിച്ച് തളാപ്പ് മേഖലയിൽ പോലീസിന്റെ വ്യാപക പരിശോധന. ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ ഗോവിന്ദച്ചാമിയെ പിടികൂടിയെന്ന് വാർത്തയെത്തിയെങ്കിലും പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ല. പിന്നാലെ 40 അംഗ സംഘം കെട്ടിടം വളഞ്ഞു. 20 മിനിറ്റിലധികം ഗോവിന്ദച്ചാമിയെ പോലീസ് സംഘം വലയം തീർത്തുനിന്നു. 10:15 കെട്ടിടത്തിലെ കിണറ്റിൽ നിന്ന് ഗോവിന്ദച്ചാമിയെ അതിസാഹസികമായി പിടികൂടി. ന്യൂസ് ഡെസ്ക് 24.